മമ്മി മമ്മി നിക്കറിടുന്നതിന് ശക്തമായിട്ട് എതിർക്കും മമ്മി. നമ്മുടെ മനസ്സിലുള്ള പറ. ഈ പെമ്പിള്ളേരെ നിക്കറിട്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നാണോ പറയണേ? ഇടുണ്ട് അങ്ങനെ ഓണത്തിന്റെ കാലത്ത് കൂലി കളിക്കും. ഹായ്, ഞാൻ ദിവ്യ പ്രിൻറ്റോ. അപ്പൊ മമ്മി ചെറിയ കൊതികുത്തിലാണ് കേട്ടോ. എന്നാ മമ്മി പറ്റിയേ? ഞാൻ മകളോട് എന്നോട്ട് പറഞ്ഞാന്നറിയാം, നമുക്ക് രണ്ടരക്കട ഒന്നിച്ച് തൊടുവഴിക്ക് വെക്കാൻ, കുറെ കടയിലൊക്കെ കയറാനുണ്ട്. അന്നേരം മമ്മിയോട് പറയാതെ ചില സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ട്, അത് വാങ്ങാൻ പറ്റുമോ? മമ്മിയോട് പറയാൻ മേലാതെ മേടിക്കേണ്ട സാധനം എന്നതാ പോലും. മമ്മിയോടെ പോയി കഴിഞ്ഞാൽ മമ്മി കയ്യിലത് പെണ്ണിനെ എടുപ്പിക്കില്ല, ഷോർട്സ് എടുപ്പിക്കില്ല. അയ്യാ അയ്യാ, എന്നിട്ട് എന്നെ പോയി എടുത്തേ. അങ്ങനെ കുറച്ച് അരത്തുണിയും മുറുത്തുണിയൊക്കെ മേടിച്ചു. അയ്യാ, ഇട്ടുകൊണ്ട് ഇവിടെ നടക്കാൻ പറ്റില്ല കേട്ടോ, വേറെ എവിടെയൊന്ന് പൊക്കണം. പിന്നെ എവിടെ പോവും മമ്മി ഞാൻ? എന്നാ മേടിച്ചെന്ന് നോക്കട്ടെ, എന്നാ മേടിച്ചെന്ന് നോക്കട്ടെ. മേടിച്ച മമ്മി കത്തിച്ചോളി എടുത്ത്. എനിക്ക് അങ്ങോട്ട് ഇച്ചിരി സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എന്നും മക്കൾക്ക് എന്നാ പറയാൻ, ഡ്രൈവിങ് പഠിക്കാത്ത എൻ്റെ ഒരു കുഴപ്പം. ഞാൻ പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തതായിരുന്നു കേട്ടോ. വണ്ടി മാത്രം ഓടിക്കില്ല. അന്ന് അതൊക്കെ പോയില്ലേ, ലൈസൻസ് പുതുക്കിയില്ല. അന്നൊന്നും അത്ര ചിന്തിച്ചില്ല. മക്കളൊക്കെ എല്ലാം ഡ്രൈവർമാരാണല്ലോ എന്ന് ഓർത്തു. ഇപ്പോൾ ഇതേ അമ്മയ്ക്കൊരാവശ്യം വന്നാൽ കൊണ്ടുപോകാൻ ആരുമില്ല. അതുകൊണ്ട് എല്ലാവരോടും പറയാട്ടെ, എങ്ങനെയാണെങ്കിലും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം, ലൈസൻസ് എടുത്തിരിക്കണം, വണ്ടി ഓടിച്ചിരിക്കണം. നല്ല അപ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ എനിക്ക് റാണി ആൻറ്റിയോ ആരെങ്കിലും ഒക്കെ കൂട്ടി അങ്ങനെ ഇതിലൊക്കെ കറങ്ങാൻ പോകാമായിരുന്നു. കാണിക്ക് നോക്കട്ടെ. അയ്യേ, നിക്കറിട്ടുണ്ട്. അടിയിലിട്ടാ മതി, മുകളിലല്ല. ചുള്ളിക്കമ്പ് പോലത്തെ കാല സ്പൈഡർമാൻ്റെ. ആർക്കൊന്നും തോന്നണ്ട, മാന്യമായ വേഷമൊക്കെ ഇട്ട് നടന്നാൽ മതി. വേഷം ഞാൻ കുറച്ച് വേഷങ്ങൾ മേടിച്ചിട്ടുണ്ട്. നോക്കട്ടെ മകളെ. ഇതൊക്കെ എനിക്കിഷ്ടമുള്ള. അയ്യടാ, അത് പറഞ്ഞോളൂ. അത് മമ്മിയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം മേടിച്ച. ഇതെനിക്കും പാകമാണല്ലോ, അതെടുത്തോ. അത് ഇഷ്ടപ്പെട്ടോ? ഓരോന്നും എടുത്തിട്ട് അതിന്റെ വിലയൊക്കെ എത്രയാന്ന് പറയാം. ഇതിന്റെ വില എത്രയാ? ഇത് സ്റ്റുഡിയോയിൽ വാങ്ങിയതാട്ടോ. സ്റ്റുഡിയോയിലാണ് ഇത്. 599. 599. ഇത് നല്ലത് കോട്ടനാണല്ലേ? ഇടാൻ നല്ല സുഖമാട്ടോ. ഇത് നല്ല കോട്ടനാണല്ലോ. അതെ, ഞാൻ ഇട്ടൊന്നും നോക്കിയില്ല, പക്ഷെ ഇടാൻ സുഖമായിരിക്കുന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇതടുത്ത് നല്ല രസമുണ്ടല്ലോ. അതിഷ്ടായോ? ഇതിപ്പോൾ ഏതാണ്ടൊക്കെ തിരിച്ച മാറി മറിഞ്ഞൊക്കെ ഉള്ളതൊക്കെ ഇല്ലേ? ഏതാണ്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഈ ഒരു പ്രിന്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ഇടാൻ, പക്ഷെ പ്രായം കൂടി പോയില്ലേ, എന്നാ പറയാനാ. ചെറുപ്പകാലത്തൊട്ട് ഇടാനൊട്ടില്ലായിരുന്നു. അത് ഇഷ്ടപ്പെട്ടോ? അതിന് ചേരുന്നല്ല ഇത് രണ്ടും. ഇത് രണ്ടും സെപ്പറേറ്റ് എടുത്താണ്, പക്ഷെ മാച്ചിങ് ആണത്. പക്ഷെ മാച്ചിങ് ആണല്ലോ. ഇതും നല്ലതാണല്ലോ. പക്ഷേ മമ്മിയുടെ കണ്ണി പൊടിയിടാൻ 499. മമ്മിയുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിട്ടാ ഇതൊക്കെ മേടിച്ചത്. ഇതൊക്കെ നല്ലതാട്ടോ. ഇതൊക്കെ മമ്മി ഇവിടെ ഇല്ലാത്തപ്പോ ഞാൻ നിക്കറിടും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടും ഞാൻ. മമ്മി എന്നാ മമ്മി മിണ്ടാതെ? ഈ പെമ്പിള്ളേരെ നിക്കറിട്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നാണോ മമ്മി പറയണേ? ഇടുണ്ട് അങ്ങനെ. ഇത് 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 മമ്മി കാണിക്കില്ല, പേര് അടി കിട്ടുമോ? നോക്കട്ടെ മകനെ. അത് ജോക്കിന്നാണ് കേട്ടോ. ജോക്കിന്ന് നല്ല അടക്കം ഒതുക്കമുള്ള 2 ടീഷർട്ടാ. എങ്ങനെയുണ്ട്? ക്യാമറയിലേക്ക് കാണിച്ചത് തിരിച്ച് 599 കേട്ടോ. അത് കുറച്ച് വില കൂടുതലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട്, ഇടാൻ സുഖമുണ്ട്. ഇതൊക്കെ എനിക്കിഷ്ടമാണ്. ഇതൊക്കെ എനിക്കിഷ്ടമാച്ചേ. നല്ലല്ലേ? ഇങ്ങോട്ട് തിരിച്ച്. അതിനെത്ര വില? ഇതിന്റെ വില 699. അത് കുറച്ച് കത്തിയാ അല്ലേ? പക്ഷെ എനിക്ക് നല്ലതാ, ഇതൊക്കെ ഇഷ്ടമാണ്. അങ്ങനത്തെ നല്ലതാട്ടോ. ഇത് കാണിക്കാൻ കൊള്ളാന്നാണോ? അതെ, ഷഡ്ഡിയല്ല, സോക്സ് ആണ്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എന്നെ കൊണ്ടുപോകാത്തതിന്റെ പരിഭവം പ്രതിഷേധമുണ്ടല്ലേ? ഞാൻ മമ്മിക്ക് പോവാൻ വേണ്ടിട്ട് നല്ല കളക്ഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാ. ഓഹോ, ഇതൊക്കെ വളയും മാലയൊക്കെയാ. തുറന്നു നോക്കിയോ? സൈറ ബ്രൈഡൽ ഹബ്ബ്, തൊടുപുഴ. എനിക്കും ഇഷ്ടമായി ഇങ്ങനെ കടയൊക്കെ കയറി ഇതൊക്കെ കണ്ടും കേട്ടും പെറുക്കി നടക്കാൻ. മമ്മി ഞാൻ കൊണ്ടുപോകുന്നത് ഫുൾ ഡേയിലെ പരിപാടി ആണെന്നുണ്ട്. ഇത് എന്നൊക്കെ ഒന്ന് കാണിക്കും. ഇതെന്നാ ചെയ്തത്? നെയിൽ എക്സ്റ്റൻഷൻ. ഇതാ? ഇത് രസമുണ്ടല്ലോ. ഇത് ഗോൾഡൻ കളർ നെയിൽ എക്സ്റ്റൻഷൻ. ഇത് കോണ്ടാക്ട് ലെൻസ്. ഒരു പൊതിയും കൂടെ ഉണ്ട്. നല്ല കളറാണല്ലോ. ഇതൊക്കെ നല്ല കളറാണല്ലോ. മമ്മി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണോ മമ്മിക്ക് ഇങ്ങനത്തെ വളം? ഇഷ്ടപ്പെട്ടോ? ഇട്ടോ
കേരള സോപ്പിട്ട് കയറ്റണം. നല്ലത്, എനിക്കിഷ്ടം അങ്ങനത്തെ. മമ്മി നല്ല പപ്പായ ഫേഷ്യലൊക്കെ ചെയ്ത് ഇതെന്റെ കളറാ. ഇതെന്റെ കളറാ. പപ്പായ ഫേഷ്യലൊക്കെ ചെയ്ത്, പപ്പായ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ വീട്ടിലെ നാച്ചുറൽ പപ്പായ എടുത്ത് ചുമ്മാ എടുത്ത് മുഖത്ത് നല്ലതാണേ. ഇച്ചിരി പഴുപ്പ് കൂടിപ്പോയായിരുന്നു. പഴുപ്പ് നല്ല മധുരമുള്ളതാണ് ശരിക്കും നല്ലത്. അത് കൂട്ടി ഞാൻ കുറെ തിന്നു. ഈ പപ്പായയുടെ പൾപ്പില്ലേ, പപ്പായ ഫ്രൂട്ടിന്റെ പൾപ്പിനകത്ത് കുറച്ച് ഇത് കോഫി പൗഡറും കുറച്ച് റോസ് വാട്ടറും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ടാനൊക്കെ പോകും. മമ്മിക്ക് വളയിടാൻ തോന്നുന്നുണ്ടോ? മമ്മി ഇടാനൊക്കെ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ? ഇഷ്ടമായിട്ടോ? നല്ല രസം. ഇഷ്ടമല്ലല്ലോ അവിടുത്തെ സാധനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടം. മിക്സ് ചെയ്തിടാനാ? മിക്സ് ചെയ്തിടാൻ വേണ്ടിട്ടാ 2 കളറ്. നന്നായിട്ട്. മമ്മിയുടെ ഒരു സാരി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സാരി എടുക്കണതൊക്കെ കൊള്ളാം, പക്ഷെ അതുപോലെ സൂക്ഷിക്കണം. വെയിലത്തിട്ട് ഉണക്കി തേച്ച് മടക്കി പെട്ടി വെച്ചേക്കണം ഭദ്രമായിട്ട്. അങ്ങനെയൊക്കെയാണ്. ഞാനതുപോലെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചേക്കണതാണ് എൻ്റെ സാരികളൊക്കെ. ഞാൻ മമ്മിയുടെ ഒരു സാരിയും പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലൗസ് ഞാനായത് കൊണ്ടല്ലേ എൻ്റെ നല്ല സാരികളൊക്കെ മകക്കെടുത്ത് ഉപയോഗിക്കാൻ തരുന്നേ. പിന്നെ സ്വന്തം അമ്മയുടെ സാരി എടുക്കാണ്ട് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ ചോദിച്ചത് എൻ്റെ തെറ്റ്. ഓഹോ, സാരിയൊക്കെ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കണം. ഇല്ല മമ്മി ഇവിടെ ഇല്ലാത്ത സമയത്ത് UK പോയ സമയത്ത് എല്ലാ സാരിയും ഞാൻ എടുത്ത് അറമാതിക്കായിരുന്നു. അയ്യടാ, ചില സാരിയിലൊക്കെ ഏതാണ്ട് പെയിന്റ് ഒക്കെ പറ്റിയിട്ടുമുണ്ട്. പെയിന്റോ മേക്കപ്പ് ആയിരിക്കും. മേക്കപ്പിന്റെ സാധനമൊക്കെ എൻ്റെ നല്ല നിങ്ങളുടെ കല്യാണത്തിന്റെ സാരികളൊക്കെ നല്ല വിലയുള്ള സാരികളൊക്കെയാ. അതൊക്കെ ചുമ്മാ എടുത്ത് അങ്ങനെ കളയാനൊന്നും പറ്റിയല്ല. ശരി മാഡം. ഓക്കെ. മമ്മി വേണേ വളയെടുത്തു. മമ്മിക്കൊന്നും മേടിച്ചില്ലാന്ന് പരാതി. ഇത് മമ്മി അടിക്കുകയല്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ? കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമായോ? അത്യാവശ്യം പുറത്തുവിടാൻ കൊള്ളാം അല്ലേ? പുറത്തുവിടാൻ കൊള്ളാം. എനിക്ക് ഇഷ്ടമായിട്ടോ. സുതിയോലെ ഡ്രസ്സെല്ലാം ഭയങ്കര ഇഷ്ടം എനിക്ക്. പുലികളിക്കാം ഓണത്തിന്റെ കാലത്ത് പുലി കളിക്കാം. എങ്ങനെയുണ്ടോ മമ്മി? ഇങ്ങനെ നടക്കുന്നതാണോ മമ്മിക്ക് ഇഷ്ടം? ഇങ്ങനെ കിടക്കണ ഇഷ്ടം. ഇത് ഇച്ചിരി നീളം കുറഞ്ഞ ഇച്ചിരി നിക്കറായെന്തോ കുഴപ്പം? നിക്കറിനകത്ത് വല്ലരും കൈവശം തന്നിട്ടുണ്ടോ? പെൺപിള്ളേർ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നടക്കണം. അങ്ങനെ അടങ്ങി ഒതുങ്ങി നല്ല മാന്യമായ വേഷമൊക്കെ ധരിച്ച് നന്നായിട്ടാണ്. ഇഷ്ടമായോ? എനിക്കിത് മമ്മിക്ക് എന്നാ ഇത് കൂടെ 5-6 വാങ്ങി തന്നൂടെ? എന്നെ കൊണ്ടുപോയി എന്നിട്ടോ? നാളെ ഞാൻ കൊണ്ടുപോകട്ടോ. എന്നെ കൂടാതെ പോയേച്ച് മകള് വലിയ കാര്യം പറയണം. നാളെ ഞാൻ കൊണ്ടുപോവാം. പക്ഷെ എനിക്ക് ഇത് കൂട്ട് 5-6 വാങ്ങി തന്നു. 5-6 കുറഞ്ഞത് പറ്റിയല്ലേ? ഇല്ല, എന്നാ ഒരു 4. ഓഹോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തുണിമേടിയിൽ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. എനിക്കോ ഇല്ല. വ്ലോഗ് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എന്നും ഒരു നീലവിനെയും തന്നെ ഇടുന്നു. ഒരാൾ കമന്റും കൂടെ അങ്ങനെ ശരിക്ക് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേച്ച് ഒരെണ്ണം തന്നെ ഇടും. അതുകൊണ്ടല്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരേ ഡ്രസ്സാട്ടോ. ഞാൻ ഈയിടെ കുറെ ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും കൊടുത്തായിരുന്നു. ആണോ? ഇടാത്തതും ഇട്ടതും ഒക്കെ. പിന്നെ എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ ആവശ്യമുള്ളത് മാത്രമേ മേടിക്കാവുള്ളൂ. അത്രേ ഉള്ളൂ. ഡോണ്ട് വറി. വണ്ടിക്ക് അടി കൊടുക്കാൻ നടന്നൊക്കെ പറയാൻ കൊള്ളല്ലോ. മമ്മി പറ അങ്ങോട്ട്. മമ്മി UK പോയപ്പോ മമ്മി നിക്കറിട്ടവരാ കണ്ടില്ലേ? അപ്പൊ മമ്മിക്ക് എന്നാ തോന്നിയേ? എന്റെ മനസ്സിൽ തോന്നിയ വികാരം ഇവിടെ പറയാൻ പറ്റില്ല. അതിനെ പറ അങ്ങോട്ട്. നല്ല കുണ്ടിക്ക് നല്ല അടി കൊടുക്കാൻ തോന്നി. മറ്റേ UK ചെല്ലുമ്പോ എല്ലാരും നിക്കറിട്ടാണല്ലോ നടന്നത്. എന്നിട്ട് മമ്മി ശ്വാസം പിടിച്ചാണ് നടന്നത് കണ്ടിട്ട്. UK അവരുടെ നാട്ടിൽ അവർ ഭയങ്കര ചൂടായതുകൊണ്ട് അവർ അങ്ങനത്തെ വേഷമൊക്കെ ഇടുന്നു പറഞ്ഞിട്ട് ഇവിടെ വന്നേച്ച് ഇവിടുത്തെ പിള്ളേരൊക്കെ അങ്ങനെ നടന്നാൻ പറ്റുമോ? അപ്പൊ ഞാൻ UK പോണോ എനിക്ക് നിക്കറിടണമെങ്കിൽ അല്ലേ? UK പോയി. മമ്മി നിക്കറിടുന്നതിന് ശക്തമായിട്ട് എതിർക്കും. മമ്മി നമ്മുടെ മനസ്സിലുള്ള പറ. മമ്മിയുടെ മനസ്സിൽ എന്താന്ന് പറയാ പേടി? ഇത് കാണുന്ന കൊച്ചു പെമ്പിളാര് മമ്മി പഞ്ഞിക്കിടുന്നുള്ളതാണ് പേടി. മനസ്സിൽ ശരിക്കും മമ്മി നിക്കറിടുന്ന ഇഷ്ടമേ അല്ല. പക്ഷെ വീഡിയോയില് മമ്മി തുറന്ന് പറയത്തില്ല. കാരണം എന്താ പറയാ? കാരണം എന്നാ മമ്മി കൊച്ചു പെമ്പിളാരിലാണ് മമ്മി പഞ്ഞിക്കിടുന്നത്. അപ്പൊ മമ്മിക്ക് തന്നെ അറിയാം മമ്മി പറയുന്നത് നിക്കറിടണ്ടെന്ന് പറയുന്നത് ശരിയല്ലെന്ന് മമ്മിക്ക് അറിയാം അല്ലേ? പറയണത് ഇടണ ശരിയല്ല. പിന്നെ അതെന്നെ കൊണ്ട് പറയിക്കേണ്ട കാര്യമുണ്ടോ? മമ്മിയുടെ മനസ്സറിയാലോ. എന്നാ പരിപാടി? ഒന്നുമില്ല, മണി 3 കഴിഞ്ഞില്ലേ? എന്നാ ചായ കുടിക്കാറായോ? ചായ കുടിക്കണം. പിന്നെ അത്രയൊക്കെ ഉള്ളു. ഇത്ര പണിയൊക്കെ കഴിഞ്ഞാ ഒരു ബായ് കൊടുത്തരേ. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ബൈ.